ഹായ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സ ഡേവിസ്, ഹൗസ് വൈഫാണ്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കുട്ടനല്ലൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഗാർഡനിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് എൻ്റെ ഹോബീസ്. അമ്മു ക്രിയേഷൻസ് സ്റ്റിച്ചിങ് കോമ്പറ്റീഷൻ നടത്തുന്നതിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ട് എല്ലാവരും ഷെയറും ലൈക്കും തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മീറ്റർ തുണിയാണ്, കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഡിസൈൻ വരച്ച് ഫ്രെയിമിട്ട് വെച്ചിട്ടുണ്ട്. നെക്ക് പോർഷൻ്റെ സൈഡാണ് ഞാൻ തയ്ക്കുന്നത്. ഒരു നെക്ക് ഡിസൈനാണത്. അതിനായി ആങ്കറിൻ്റെ 3 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി തയ്ക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. സൂചി അടിയിൽ നിന്നും കുത്തി മുകളിലേക്ക് കൊടുന്ന് ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുകയാണ്. അതിൻ്റെ നടുക്കിലേക്ക് സൂചി കുത്തി മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഈ നൂല് ഇടതുവശത്തേക്ക് ഇട്ട് വീണ്ടും അടിയിൽ സൂചി കുത്തി ആദ്യത്തെ ഹോളിലേക്ക്, അതായത് ആദ്യത്തെ സ്റ്റിച്ച് കുത്തിയിറക്കിയ ഹോളിലേക്ക് നമ്മൾ സൂചി മുകളിലേക്ക് കൊണ്ടുവരുന്നു. നൂല് എപ്പോഴും ഇടത്തോട്ടാണ് ഇടുന്നത്. സൂചിയുടെ അടിയിൽ കൂടിയാണ് നൂല് വരുന്നത്. വീണ്ടും നമ്മൾ താഴത്ത് കുത്തി അടുത്ത ഹോളിലേക്ക്, കുത്തിയിറക്കിയ ഹോളിലേക്ക് സൂചി കയറ്റുന്നു. ഓരോ പ്രാവശ്യം തയ്ക്കുമ്പോഴും നൂല് ഇടതുവശത്ത് തന്നെ ഇരിക്കണം. ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഡിസൈൻ മുഴുവനാക്കി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 ലൈനാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത്. 2ലും ഒരേ ഡിസൈനും ഒരേ സ്റ്റിച്ചിങ്ങാണ് വരുന്നത്. എൻ്റെ 2 സ്റ്റെം സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 2 ലൈനിൻ്റെയും അകലം 1 ഇഞ്ചാണ്. ഇനി അടുത്ത സ്റ്റിച്ചാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴത്തുനിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ബാർ തയ്ക്കുന്നു. എന്നിട്ട് വീണ്ടും താഴത്തേക്ക് കുത്തുന്നു. അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് തയ്ക്കുന്നത്. അടുത്തത് അതിൻ്റെ മുക്കാഭാഗം വെച്ച്, ആ ലൈനിൻ്റെ മുക്കാഭാഗത്തിൻ്റെ അളവ് വെച്ച് ചരിച്ച് ഹൊറിസോണ്ടൽ പോലെ തയ്ച്ച് ആ അടിയിലേക്ക് തൊട്ടടുത്ത് തന്നെ തയ്ച്ച് കുത്തി ഇറക്കുന്നു. അതേപോലെ മറ്റേ സൈഡും തയ്ക്കുന്നു. ഹൊറിസോണ്ടലായിട്ട് തന്നെയാണ് അതും തയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ പുല്ല് വരയ്ക്കുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ് അതിനെ വരുന്നത്. അടുത്തതും അങ്ങനെ തന്നെ നമ്മൾ തയ്ക്കുന്നു. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് സൂചി താഴോട്ട് കുത്തിയിറക്കി തുടങ്ങിയതിൻ്റെ തൊട്ടടുത്തിൽ നിന്നും സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നു. ഹൊറിസോണ്ടലായി അതിൻ്റെ സൈഡുകളിൽ കുത്തിയിറക്കുന്നു. മറ്റേ സൈഡിലും ഹൊറിസോണ്ടലായി തന്നെ ഒരേ അളവിൽ കുത്തി നമ്മൾ ആദ്യത്തെ ബാറിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിയിറക്കുന്നു. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത്. അടുത്തതിൽ ഇതേപോലെ തന്നെ മുകളിലേക്ക് കുത്തി എടുക്കുന്നു. ബാറ് തയ്ച്ച് താഴോട്ട് സൂചി കുത്തിയിറക്കുന്നു. അടിയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ സൂചി കുത്തിക്കയറ്റി ബാറ് ഹൊറിസോണ്ടലിൽ തയ്ക്കുന്നു. ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഡിസൈനിലെ 2 ലൈൻസിൻ്റെയും ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ചും ബാർ സ്റ്റിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഒരേ ലൈനിലാണ് ഞാനിത് തയ്ച്ചിരിക്കുന്നത്. ഈ ബാർ സ്റ്റിച്ചിന് വേണ്ടി തയ്ച്ചിരിക്കുന്നത് പേൾ കോട്ടൺ ത്രെഡാണ്. ഇനി അടുത്തത് തയ്ക്കുന്നത്
ഫ്രഞ്ച് നോട്ടാണ്. ഈ ബാർ സ്റ്റിച്ച് തയ്ച്ചതിൻ്റെ നേരെ മുകളിലാണ് ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നത്. അതിനായി അടിയിൽ നിന്നും സൂചി മുകളിലേക്ക് വലിച്ചെടുത്ത് തള്ളവിരൽ കൊണ്ട് ടൈറ്റായി പിടിച്ച് സൂചി നൂലിൻ്റെ അടിയിൽ കൂടി എടുത്ത് ഒരു പ്രാവശ്യം ചുറ്റിയെടുത്ത് ആദ്യം കുത്തിയെടുത്ത ആ പോയിന്റിലേക്ക് തന്നെ നമ്മൾ വീണ്ടും കുത്തി ഇറക്കുന്നു. അങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നത്. അതേപോലെ 3 എണ്ണമാണ് തയ്ക്കുന്നത്. ഒരെണ്ണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തയ്ക്കുന്നു. സൂചി മുകളിലേക്ക് കുത്തിയെടുത്ത് നൂല് ടൈറ്റായി പിടിച്ച് സൂചി നൂലിൻ്റെ അടിയിൽ കൂടി ഒരു പ്രാവശ്യം ചുറ്റിയെടുത്ത് ആദ്യം കുത്തിയെടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും കുത്തി സൂചി താഴോട്ട് വലിച്ചെടുക്കുന്നു. വീണ്ടും ഈ 2 സ്റ്റിച്ചുകളുടെ മുകളിലായിട്ടാണ് അടുത്ത ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നത്. അതും സൂചി താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്ത് നൂലിൻ്റെ അടിയിൽ കൂടി സൂചി കൊടുന്ന് ആദ്യം കുത്തിയ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വീണ്ടും തയ്ക്കുന്നു. ഇതിന് ആങ്കറിൻ്റെ 6 സ്റ്റാൻഡ്സ് നൂലാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് 3 ഫ്രഞ്ച് നോട്ട് തയ്ച്ചിരിക്കുന്നത്. ഇനി അടുത്ത ബാറിൻ്റെ താഴെ ഇതേപോലെ തന്നെ 3 ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നു. നൂല് ടൈറ്റായി പിടിക്കേണ്ടതാണ്. വീണ്ടും 2 എണ്ണം തയ്ച്ച് പതുക്കെ വേണം താഴോട്ട് വലിക്കാൻ, അല്ലെങ്കിൽ നൂല് ചിലപ്പോൾ കട്ട പിടിക്കും. അങ്ങനെ ഈ 2 ലൈനും ഒരേപോലത്തെ ഡിസൈൻ ആയതുകൊണ്ട് 2 ലൈനും നമ്മൾ ഇതേപോലെ തയ്ച്ച് പൂർത്തീകരിക്കുന്നു. എൻ്റെ ഡിസൈനിലെ സ്റ്റം സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ബാർ ഡിസൈനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തയ്ക്കാൻ പോകുന്നത് ഓരോ ബാർ സ്റ്റിച്ചിൻ്റെയും നടുക്കിലത്തെ സ്ട്രെയിറ്റ് ലൈനിൽ ബീഡ്സ് വെക്കുകയാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിൻ്റെ ചെറിയ ബീഡ്സാണ്. 2 നമ്മുടെ സാധാരണ മെഷീൻ നൂലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് പ്രാവശ്യം കുത്തി എടുത്തിട്ടുണ്ട്. അടുത്ത ബാറിലും ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലെ ഗോൾഡൻ ബീഡ്സ് വെക്കുകയാണ്. തുണിയുടെ സെയിം കളറിലുള്ള നൂല് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ എല്ലാ ബാറിലും സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡ് ബീഡ്സ് വെക്കുകയാണ്. എൻ്റെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ 1 സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് തയ്ച്ച് കഴിയുമ്പോൾ വരുന്ന ഡിസൈൻ. തയ്യലും ഇതാണ്. ഇനി നമുക്ക് ഇത് വെച്ച് കാണാം.
ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെറ്റീരിയലാണ്. നെക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചുരിദാർ തയ്ച്ചിടുമ്പോൾ ഈ പൊസിഷനിലാണ് നമുക്ക് ഡിസൈൻ കിട്ടുക. എല്ലാവരും നെക്ക് ഡിസൈൻ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലൈക്കും ഷെയറും തന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക്